പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഗദ്യപ്രാർത്ഥനയുടെ വിശദമായ പഠനത്തിൻ്റെ 3-ാം ഭാഗത്തേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. അലയോ ദൈവമേ, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല. ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു. എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. ഗുരുദേവകൃതമായ ഗദ്യപ്രാർത്ഥനയിലെ 3-ാമത് മനനമന്ത്രമായി ഈ വരികളെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ദൈവമേ എന്നാണ് ഗുരു പരമാത്മാവിനെ ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. ദ്വിവ് എന്ന സംസ്കൃത ധാതുവിൽ നിന്ന് നിഷ്പദിച്ചുണ്ടായ ദൈവം എന്ന പദത്തിൻ്റെ വാഗർത്ഥം പ്രകാശാത്മക സ്വത്വസ്വരൂപം എന്നാണ്. പ്രകാശം ജ്ഞാനദ്യോതകമായതുകൊണ്ട് ദൈവപര്യായമായും ഈ പദം പ്രയോഗിക്കപ്പെടുന്നു. ജ്ഞാനസ്വരൂപനും ചിദാനന്ദമൂർത്തിയുമായ പരമാത്മാവേ എന്നാണ് ഈ സന്ദർഭത്തിൽ ദൈവമേ എന്ന സംബോധനയുടെ വാഗർത്ഥം. കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല എന്നുദ്ഘോഷിക്കാൻ നിത്യാനിത്യ വിവേക ബുദ്ധി തെളിച്ചമുള്ള ദാർശനിക പണ്ഡിതന്മാർക്ക് മാത്രമേ സാധിക്കൂ. നിത്യാനിത്യ ബോധോദയം സിദ്ധിച്ച വേളയിൽ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ ആത്മഗതമായി ഈ ഉദ്ഘോഷണത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ്. കണ്ണുകൊണ്ട് കാണപ്പെടുന്നവയുടെ ആകത്തുകയാണ് പ്രപഞ്ചം. പ്രകർഷേണ പഞ്ചീകരിക്കപ്പെട്ട ഭൂതതന്മാത്ര സംഘാത സ്വരൂപതയുടെ ദൃശ്യഭാവ രൂപങ്ങളാണ് പ്രാപഞ്ചിക കാഴ്ചകൾ. പ്രപഞ്ചവും ലോകവും ഒന്നു തന്നെയാണ്. ലോകനം ചെയ്യപ്പെടുന്നതാണ് അഥവാ കണ്ണുകൊണ്ട് കാണുന്നതാണ് ലോകം. ലോകന വൃത്തിയിലൂടെ കാണപ്പെടുന്നതൊക്കെയും പുറംകാഴ്ചകൾ മാത്രമാണ്. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിൻ മുഖം എന്ന് ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ സ്വതന്ത്ര പുനരാവിഷ്കാരത്തിലും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. സത്യത്തെ മൂടുന്ന പൊൻപാത്രം അവിദ്യാകൽപിതമായ ഭ്രമദൃശ്യ പ്രതീകമാണ്. ആ മൂടി തുറന്നു നോക്കിയാൽ മാത്രമേ സത്യത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം കാണാൻ സാധിക്കൂ. ആലോകനവും അവലോകനവുമാണ് ആയതിന് സഹായകമായ ആലംബന മാർഗങ്ങൾ. അഴകുള്ള ചക്കയിൽ ചുളയില്ല, അണ്ടിയോടടുത്താലേ മാങ്ങയുടെ പുളിയറിയൂ തുടങ്ങിയ പഴഞ്ചൊല്ലുകൾ പൂർവികരുടെ വിവേകബുദ്ധിയിൽ ഉദിച്ച ബോധന പാഠങ്ങളാണ്. അനുഭവമാകുന്ന ഗുരുനാഥനാണ് അവർക്ക് ഈ ബോധന പാഠങ്ങൾ ഉപദേശിച്ചു കൊടുത്തത്. ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ശരീരം നിമിഷാർത്ഥ സ്ഥിരത പോലുമില്ലാത്ത അനിത്യ വസ്തുവാകുന്നു എന്നാണ്. കണ്ണാടിയിൽ പ്രതിബിംബിച്ചു കാണുന്ന നമ്മുടെ മേനിയുടെ അഴകും വടിവുമൊക്കെ അതിൻ്റെ ബാഹ്യസ്വരൂപ വിശേഷങ്ങൾ മാത്രമാണ്. ശരീരത്തിൻ്റെ ഉള്ളറ പരിശോധിച്ച് നോക്കിയാൽ അത് മലമൂത്ര മാംസ നിബദ്ധമായ വെറുമൊരു ഭാണ്ഡക്കെട്ട് മാത്രമാണ്. ഹർഷോന്മാദാവസ്ഥയിൽ പ്രശോഭിക്കുന്ന സുന്ദര മേനി വികൃതവും നാശോന്മുഖവുമായി തീരാൻ മർമ്മസ്ഥാനങ്ങളിൽ ഒരു വിലക്കം അനുഭവപ്പെട്ടാൽ മാത്രം മതിയാവും. അപകടകാരിയായൊരു ക്ഷുദ്ര പ്രാണി മൂക്കിൽ കയറിയാൽ ഏത് സുന്ദരമേനിയും മിനിറ്റുകൾക്കുള്ളിൽ വികൃതവും ബീഭത്സവുമായി തീരാനുള്ള സാധ്യത വിരളമല്ല.
ആരോഗ്യ പരിപാലനാദികളിൽ എത്ര കണ്ട് ശ്രദ്ധ പുലർത്തിയാലും ശരീരത്തെ കാലം വികൃതമാക്കുകയും ക്ഷയിപ്പിച്ചു കളയുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയുള്ള ശരീരത്തെ നീർക്കുമിളയുടെ ആയുസ്സിനോട് ഉപമിച്ചുകൊണ്ട് ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ചു ജീവിക്കണം എന്നാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല എന്ന പ്രസ്താവത്തോടു കൂടിയാണ് ഈ പ്രാർത്ഥനാ ഭാഗത്തിന് ഗുരു അർത്ഥവിരാമമിട്ടിരിക്കുന്നത്. ഉറക്കത്തിൽ ഉപബോധ മനസ്സിലുണ്ടാകുന്ന പ്രതീത അനുഭൂതികളാണ് സ്വപ്നാനുഭവങ്ങൾ. സങ്കല്പങ്ങളുടെയും പ്രതീക്ഷകളുടെയും മോഹഭംഗാദികളുടെയും പൂർവവാസനകളുടെയുമൊക്കെ സഞ്ചിത നിക്ഷേപങ്ങളിൽ നിന്നും എഴുന്നുവരുന്ന വികാരശകലങ്ങളാണ് സ്വപ്നങ്ങളായി പ്രതീതമാകുന്നത്. യാഥാർത്ഥ്യങ്ങളുമായി യാതൊരുവിധ പൊരുത്തങ്ങളും സ്വപ്നങ്ങൾക്കില്ല. അതുപോലെ ഏകവും അഖണ്ഡവുമായ പരംപൊരുളിൻ്റെ വിവർത്തങ്ങളായ പ്രാപഞ്ചിക വസ്തുക്കൾക്കൊന്നും സ്വന്തം നിലയും സ്വത്വവിശേഷങ്ങളുമില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രായോഗിക അദ്വൈത ബോധസ്ഥലിയിൽ വെളിപ്പെട്ട് കിട്ടിയ അനുഭവ സാക്ഷ്യമാണ് ഗുരുവിൻ്റെ ഈ വചനങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ മന്ത്രഭാഗത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.